DCC പ്രസിഡന്റ് ഇല്ലാതായിട്ട് മാസങ്ങളായ തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തനം സമ്പൂർണ്ണമായി അവതാളത്തിലാണ്. നാഥനില്ല കളരിയായി മാറിയ തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അധികാര സാധ്യതയെ തന്നെ അട്ടിമറിക്കുമെന്ന ആശങ്ക കോൺഗ്രസിൽ ശക്തമാണ്. തൃശൂരിൽ 5 സീറ്റെങ്കിലും ജയിക്കാതെ സംസ്ഥാന ഭരണം UDFന് സ്വപ്നം കാണാൻ പോലുമാകില്ല. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിലുള്ള ഒരു സീറ്റ് തന്നെ നിലനിർത്തുന്നത് എങ്ങനെയാണെന്നാണ് പാർട്ടിക്ക് ഉള്ളിലുയരുന്ന ചോദ്യം. കരുണാകരനും CN ബാലകൃഷ്ണനും കരുത്തരായി വിരാജിച്ച തൃശൂരിൽ കോൺഗ്രസ് കൊടിയിറങ്ങുകയാണ് എന്ന് പറയാവുന്ന സ്ഥിതിയാണ്. 40% ബൂത്തുകളിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പാലമല്ലെന്ന് DCC തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട്. നിലവിൽ ഭാരവാഹി പട്ടികയിലുള്ളവരെ പാർട്ടി യോഗങ്ങളിലോ പരിപാടികളിലോ കാണാനുമാകില്ല. പാർട്ടി പരിപാടിക്ക് വരുന്നവരൊന്നും തന്നെ ഭാരവാഹികളുമല്ല. നേതാക്കളുടെ കസേരയിൽ 20 വർഷത്തിലേറെയായി സ്ഥിരമായിരിക്കുന്നവരുമുണ്ട്. തൃശൂർ ജില്ലയിൽ മണ്ഡലം മുതൽ DCC വരെ കോൺഗ്രസിന്റെ സ്ഥിതി ഇതുതന്നെയാണ്. പാർട്ടിക്കാരായ ചിലരുടെ നിയന്ത്രണത്തിൽ സഹകരണ ബാങ്കുകളോ മറ്റു സ്ഥാപനങ്ങളോ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ വിലാസമുള്ളത്. AI ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ പഴയ പ്രസക്തി ഇല്ലാത്തതിനാൽ തന്നെ പ്രാദേശിക നേതാക്കൾക്കെല്ലാം തന്നെ സ്വന്തമായി ഗ്രൂപ്പുകളുമാണ്. ഗ്രൂപ്പ് നേതാക്കളെല്ലാം തന്നെ ഒരു പക്ഷത്ത് നിന്ന് പ്രവർത്തകർക്കെതിരെ യുദ്ധം ചെയ്യുന്ന സ്ഥലങ്ങൾ പോലും ജില്ലയിലുണ്ട്. കുന്നംകുളം മണ്ഡലത്തിലെ കടവല്ലൂർ പഞ്ചായത്തിൽ 3 വർഷമായി AI ഗ്രൂപ്പുകൾ തമ്മിൽ പൊരിഞ്ഞ പോരിലുമായിരുന്നു. DCCയെയും KPCCയെയും എല്ലാം തന്നെ പ്രശ്നപരിഹാരത്തിന് സമീപിച്ചുവെങ്കിലും ആരും പരിഗണിച്ചിരുന്നുമില്ല. ഒടുവിൽ 2 ഗ്രൂപ്പുകാരും മുൻകൈയെടുത്തുകൊണ്ട് ഒരുമിച്ചിരുന്ന് പ്രശ്നം തീർക്കുകയും ചെയ്തു. ഒരു പ്രത്യേകതയുള്ളത് ഇപ്പോൾ 4 ഗ്രൂപ്പായി എന്നുള്ളതാണ്. പദവികൾ 4 ഗ്രൂപ്പുകൾക്ക് പങ്കിടണം. കാട്ടക്കമ്പാൽ പഞ്ചായത്തിൽ അതിലും വിചിത്രമാണ് സ്ഥിതി. മണ്ഡലം ഭാരവാഹികളൊന്നും തന്നെ പ്രവർത്തിക്കാനില്ല. പ്രവർത്തിക്കുന്നവരൊന്നും തന്നെ ഭാരവാഹികളുമല്ല. പ്രവർത്തിക്കുന്നവരെ വെച്ച് മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്ന് 20ഓളം പ്രവർത്തകർ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിന് അതീതമായ ആവശ്യം AI ഗ്രൂപ്പുകളെ നയിക്കുന്ന 2 നേതാക്കൾക്കും സ്വീകാര്യമാവുന്നുമില്ല. പ്രവർത്തകർ ഉറച്ചു നിന്നതോടെ പ്രവർത്തിക്കുന്നവരുടെ പേരുകൾക്കൊപ്പം തന്നെ ഗ്രൂപ്പിന്റെ പേരിലുള്ള മറ്റൊരു പട്ടികയും ചേർത്ത് മണ്ഡലം കമ്മിറ്റി രൂപീകരിക്കാമെന്നായി നേതാക്കൾ. ഗ്രൂപ്പ് നേതാവ് നൽകിയ പട്ടികയിലുള്ളവരെ ഒരു ദിവസമെങ്കിലും യോഗത്തിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അംഗീകരിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ പ്രവർത്തകർ ഉള്ളത്. തൊട്ടടുത്ത മറ്റൊരു പഞ്ചായത്തിൽ തന്നെ സഹകരണ ബാങ്കിലെ ജോലി പാർട്ടി പ്രവർത്തകന് നൽകാതെ പണം വാങ്ങി വിൽക്കുന്നുവെന്ന ആരോപണമാണ് മുഖ്യ ചർച്ചയായി ഉയർന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വലിയ പ്രതീക്ഷയോടെ TN പ്രതാപൻ DCC അധ്യക്ഷനായിരുന്നു. നേതൃയോഗം വിളിച്ചു ചേർത്ത TN പ്രതാപൻ എല്ലാ മണ്ഡലം പ്രസിഡന്റുമാർക്കും ഒരു നോട്ട്ബുക്ക് നൽകുകയും ചെയ്തു. മണ്ഡലം കമ്മിറ്റി യോഗങ്ങളുടെ മിനിറ്റ്സ് കൃത്യമായി തന്നെ രേഖപ്പെടുത്തണമെന്നും DCC യോഗങ്ങളിലേക്ക് വരുമ്പോൾ ഈ പുസ്തകം കൊണ്ടുവരണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. പിന്നീട് ഒരിക്കൽ പോലും പ്രതാപൻ ഈ പുസ്തകത്തെ പറ്റി ചോദിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ വാദം. KC വേണുഗോപാലിന്റെ സമ്മർദ്ദ ഫലമായാണ് 2020 MP വിൻസെന്റ് തൃശൂർ DCC പ്രസിഡന്റായത്. VM സുധീരൻ ശക്തമായി എതിർത്തിട്ടും വിൻസെന്റിനായി KC വേണുഗോപാൽ നിർബന്ധം പിടിക്കുകയും ചെയ്തിരുന്നു. വിൻസെന്റ് സമ്പൂർണ്ണ പരാജയമായതോടെ ജോസ് വള്ളൂരിനെ കൊണ്ടുവരികയും ചെയ്തു. ജോസ് വള്ളൂരും പരാജയമാണെന്ന് നേതൃത്വം തിരിച്ചറിയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും വേണ്ടി വന്നു. ഗ്രൂപ്പ് പരിഗണനയില്ലാതെ തന്നെ പ്രവർത്തന മികവ് പരിഗണിക്കാതെ DCC പ്രസിഡന്റുമാരെ നിയമിച്ചതാണ് പ്രധാന പ്രശ്നമെന്ന് പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ തന്നെ പറഞ്ഞു. ഗ്രൂപ്പ് മാനേജർമാരും സമ്പൂർണ്ണമായി തകർന്നുപോയ തൃശൂരിൽ പ്രവർത്തന മികവുള്ള ഒരാളെ DCC പ്രസിഡന്റായി കണ്ടെത്തുകയും അദ്ദേഹം സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാറ്റം കൊണ്ടുവരാനാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തോറ്റതോടെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ മാറ്റുകയും ചെയ്തു. പകരം VK ശ്രീകണ്ഠൻ MPക്ക് ചുമതല നൽകിയെങ്കിലും ഫലത്തിൽ ഇപ്പോൾ ആരുമില്ലാത്ത സ്ഥിതിയുമാണ്. ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവും പുത്തൂരിൽ നിന്നുള്ള പ്രതിനിധിയുമായ ജോസഫ് ടാജറ്റ് ആണ് DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ നിലവിലെ ഒന്നാമൻ. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചയാളാണ് ടാജറ്റ്. അനിൽ അക്കരയുടെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും പുതുമുഖമെന്ന പരിഗണന പ്രധാനമായേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ ഗ്രൂപ്പ് ചേരിപ്പോരിൽ പ്രധാന കക്ഷിയാണ് അനിൽ അക്കരെ എന്നത് അദ്ദേഹത്തിന്റെ സ്വീകാര്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. നേതാക്കളെല്ലാം പിൻവാങ്ങുകയും ചിലയിടങ്ങളിൽ പ്രവർത്തകരായ ചെറുകൂട്ടങ്ങൾ ആവേശ പ്രകടനം നടത്തുകയും ചെയ്യുന്നതാണ് കാഴ്ച. സംഘടന എന്ന ഒന്ന് സമ്പൂർണ്ണമായി പ്രവർത്തനരഹിതമായിട്ടുമുണ്ട്. ചാലക്കുടിയിലെ TJ സനീഷ് കുമാർ മാത്രമാണ് ജില്ലയിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും ഏക MLA. ജില്ലയിലെ 13 സീറ്റിൽ 12 സീറ്റും നേടിയത് LDFുമാണ്. ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണത്തിന് പുറത്തുമാണ്. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ പോലും ഭരണമില്ലാത്ത നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട്. സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടാവുകയാണ് എങ്കിൽ എല്ലാ ജില്ലകളിൽ നിന്നും UDFന് സീറ്റ് ലഭിക്കേണ്ടതുണ്ട്. കോൺഗ്രസിന് എക്കാലത്ത് മികച്ച പിന്തുണ നൽകിയ ചരിത്രമാണ് തൃശൂരിനുള്ളത്. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കപ്പെടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.